ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ മീൻ പൊരിക്കുക എന്നുള്ളതിനേക്കാളും കാണിക്കുന്നത് ഞാൻ മീനിൻ്റെ ഒരു ചീത്ത ഒരു സ്മെല്ലൊക്കെ എങ്ങനെ കളയാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതി ഇറച്ചിയിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ മീൻ കഴുകി വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അതിൻ്റെതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്താൽ മതി. 2 ഭാഗത്തും നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ 2 ഭാഗത്തും ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇങ്ങനെ തേച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് എങ്കിലും മാറ്റി വെക്കുക. ഏത് മീനാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതുപോലെ ഇറച്ചിയിലാണെങ്കിലും ഈ ഒരു രീതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറച്ചിയുടെ ആയാലും മീനിൻ്റെ ഒക്കെ ആയാലും ആ ഒരു സ്മെല്ല് പോയി കിട്ടും. അപ്പോൾ അധികം ആൾക്കുള്ള പ്രശ്നമാണ് മീൻ്റെ ഇറച്ചിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ല് കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് അതുപോലെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യുന്ന ഈ ഒരു രീതിയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അത്യാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉപ്പും സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. നമ്മളിവിടെ ആദ്യം ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഫിഷ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഫിഷ് മസാലയുടെ റെസിപ്പി ഞാൻ ഇപ്പോൾ 2 ദിവസം മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള മസാല. അപ്പോൾ എല്ലാത്തിൻ്റെയും നല്ലൊരു ടേസ്റ്റ് ഈ ഒരു മസാലയൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഉലുവ, കടുക്, അതുപോലെ തന്നെ ജീരകം, മല്ലി, മുളക്, അതുപോലെ നമ്മുടെ ഗ്രാമ്പൂ, വയനയില എല്ലാം കൂടെ ചേർത്തിട്ട് കറിവേപ്പില ഒക്കെ കൂടെ ചേർത്ത് വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ചെറുനാരങ്ങയുടെ നീര് ഒരുപാട് ആവണമെന്ന് ഇല്ല കേട്ടോ. ഇത് നമുക്ക് മീൻ പൊരിച്ചിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചിട്ട് കഴിച്ചാൽ മതി. ഒരുപാട് പുളിപ്പ് ആവശ്യമില്ല. ഇനി നല്ല പോലെ മസാല നല്ല പോലെ ഒന്ന് എല്ലാ വരഞ്ഞ ഭാഗത്തും ഒക്കെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഫിഷ് മസാല ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വലിയ മീനിക്ക് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ, എരിവൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഇനി നമ്മളതൊരു 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ മീൻ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മീനും കൂടെ ഒന്ന് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നിങ്ങൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഒക്കെ തേച്ചിട്ടാവും പൊരിച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ആദ്യം ഫിഷ് മസാല നിങ്ങളൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. മീനിൻ്റെ ആ ഒരു വൃത്തികെട്ട സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ചിലർ മീനിൻ്റെ ആ ഒരു സ്മെല്ല് കളയാൻ വേണ്ടിയിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടൊക്കെ കഴുകാറുണ്ട്. അതിനേക്കാളൊക്കെ നല്ലൊരു രീതിയാണ് വെളിച്ചെണ്ണയും മഞ്ഞളും ഇട്ടിട്ട് കഴുകിയെടുക്കുക. അത് നിങ്ങൾ മട്ടനൊക്കെ ചെയ്യുന്ന സമയത്ത് മട്ടൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഭാഗം റെഡിയാകുന്ന സമയത്ത് 2 ഭാഗവും തിരിച്ചിട്ടിട്ട് നല്ല പോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു കാണാം. ഓക്കെ, ബൈ.